ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ഇടയായിട്ട് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗിബ്ലി ഫോട്ടോ എഫക്റ്റ്. നല്ലൊരു രസമായിട്ട് മാറ്റിയിട്ട് എല്ലാവരും പ്രൊഫൈൽ പിക്ചറൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വൈഫാണ് അയച്ചു തന്നത്, നമ്മളത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു അത് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നമ്മൾ അതിന് വേണ്ടി പോകേണ്ടത്, നമ്മൾ മെയിനായിട്ട് ബ്രൗസറിൽ നമ്മൾ മെയിനായിട്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് GPT 8 4.0 അല്ലെങ്കിൽ 4.0 എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ വേർഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എടുത്ത് നമ്മൾ ഇങ്ങനെ സ്ക്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പ്ലസ് ബട്ടൺ ഇല്ലേ, ഈ പ്ലസ് ബട്ടൺ അമർത്തുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഗാലറി ഏത് ഫോട്ടോ വേണ്ടത് വെച്ചാൽ നമ്മളൊന്ന് എടുത്ത് കൊടുക്കാം. നമ്മളിതിൽ വന്നിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഏത് ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ എടുത്ത് ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം എടുത്തൊരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതടിക്കേണ്ടത് കൺവേർട്ട് ടു അല്ലെങ്കിൽ ക്രിയേറ്റ്. നമ്മളിപ്പോൾ കൺവേർട്ട് ടു ഗിബ്ലി ഇഫക്റ്റ്, ഗിബ്ലി സ്റ്റുഡിയോ ഇഫക്റ്റ് സിമ്പിളായിട്ട് അടിക്കുക. ആൻഡ് ഇത് നമ്മളെന്താ ചെയ്യുന്നത്, തൊട്ട് കാണില്ല അതിൻ്റെ ChatGPT പ്രോംപ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് റെക്കഗ്നൈസ് ചെയ്യും. ഗെറ്റിംഗ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് കാണിക്കുന്നു. കാണിച്ചതിന് ശേഷം നമുക്ക് ആ പിക്ചർ കിട്ടും കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ നമ്മുടെ ഗാലറിയിൽ വന്നിരിക്കും. അപ്പോൾ ഇത്തരം അറിവുകളൊക്കെ ജസ്റ്റ് ഫോർ യു.